രാഹുൽ ഗാന്ധിയുടെ ജർമ്മൻ സന്ദർശനത്തെ ഉദ്ധരിച്ച് പാർലമെന്റിൽ ഇക്കഴിഞ്ഞ ദിവസം വലിയ വാക്പോരുകൾ അരങ്ങേറിയിരുന്നു. രാഹുൽ പ്രതിപക്ഷ നേതാവല്ല, പര്യടന നേതാവാണ് എന്നായിരുന്നു BJP പരിഹസിച്ചത്. എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽക്കേ ഉലകം ചുറ്റും വാലിബൻ എന്ന പട്ടം ജനങ്ങൾ തന്നെ അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോലി സമയത്തിന്റെ പകുതിയും രാജ്യത്തിന് പുറത്താണ് ചെലവഴിക്കുന്നതെന്ന് ചുട്ട മറുപടി നൽകിയാണ് പ്രിയങ്ക രാഹുലിനെതിരെ വന്ന ആരോപണത്തിന് പ്രതിരോധം തീർത്തത്. പ്രതിപക്ഷ നേതാവെന്ന കടമ നിറവേറ്റാതെ രാഹുൽ വെറുതെ രാജ്യങ്ങൾ കറങ്ങി നടക്കുകയാണെന്ന BJPയുടെ വക്താക്കളോട് നിങ്ങളുടെ വിശ്വഗുരുവിന്റെ വിദേശ സന്ദർശനങ്ങളെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ കൂടി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. സ്വന്തം രാജ്യത്തേക്കാൾ ഉപരി പ്രധാനമന്ത്രിക്ക് പുറം രാജ്യങ്ങളോടാണ് കൂടുതൽ താല്പര്യമെന്നത് അദ്ദേഹത്തിന്റെ പര്യടനങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ 94 വിദേശ യാത്രകളിൽ ഏകദേശം 85% ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. രാജ്യത്തെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ച് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് ലോകം ചുറ്റാനായിരുന്നു തിടുക്കം. രാജ്യത്തിന്റെ സുപ്രധാനമായ വിഷയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനേക്കാൾ പ്രധാനമന്ത്രിക്ക് എളുപ്പം ബിസിനസ് ക്ലാസ്സിലെ ആഡംബര വിദേശ യാത്രകളാണെന്ന് കരുതേണ്ടി വരും. പാർലമെന്റ് സമ്മേളനങ്ങളെ വിദേശയാത്രകൾക്കായുള്ള റൺവേ സീസണായിട്ടാണ് പ്രധാനമന്ത്രി കണ്ടിരുന്നത് എന്ന് തോന്നിപ്പോകും. മൺസൂൺ സമ്മേളനം നടക്കുമ്പോൾ നേപ്പാൾ, റുവാണ്ട, ഉഗാണ്ട എന്നിവിടങ്ങളിലേക്കും ബഡ്ജറ്റ് സമ്മേളന വേദിയിൽ മൗറീഷ്യസ്, സൗദി അറേബ്യ, ജപ്പാൻ, നമസ്തേ ട്രംപ് പരിപാടി നടന്ന അമേരിക്ക എന്നിവിടങ്ങളിലേക്കും അദ്ദേഹം യാത്രകൾ നടത്തി. ശീതകാല സമ്മേളനം നടക്കുമ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്രകൾ. 2025 ഒരു NIRA പോലെയാണ് മോദിജി പെരുമാറിയതെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഈ യാത്രകളെല്ലാം പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായിട്ടാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. എന്നാൽ രാജ്യത്തിന് ഏറ്റവും അധികം പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ആവശ്യമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹം എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ഇതിലും പ്രധാനം. 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണ സമയത്ത് പ്രധാനമന്ത്രി ജിം കോർബറ്റിൽ ഒരു ഡോക്യുമെന്ററിയുടെ ചിത്രീകരണത്തിലായിരുന്നു. രാജ്യസുരക്ഷയിൽ ഇത്രയും വലിയ വീഴ്ചയുണ്ടായിട്ടും ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം ദക്ഷിണ കൊറിയയിലേക്ക് പോവുകയും ചെയ്തു. COVID-19 ആദ്യ കേസ് സ്ഥിരീകരിച്ചത് 2020 ജനുവരിയിലാണെങ്കിലും അടുത്ത മാസം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ തിരക്കിലായിരുന്നു. ഇത്രയും വലിയൊരു മെഡിക്കൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ പ്രധാന സേവകൻ രാജ്യത്ത് നിന്ന് വിട്ടുനിന്നു. മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോഴും, സ്ത്രീകൾ നഗ്നരാക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടപ്പോഴും, ആയിരക്കണക്കിന് വീടുകൾ കത്തി നശിച്ചപ്പോഴും പ്രധാനമന്ത്രിയുടെ മുൻഗണന വിദേശയാത്രകൾക്കായിരുന്നു. 2023 മെയ് മുതൽ 2024 ഏപ്രിൽ വരെ അദ്ദേഹം 14 വിദേശയാത്രകൾ നടത്തിയെങ്കിലും മണിപ്പൂരിലെ ജനങ്ങളെ കാണാനോ ആശ്വസിപ്പിക്കാനോ അദ്ദേഹം തയ്യാറായില്ല. 2 വർഷത്തിന് ശേഷം അദ്ദേഹം മണിപ്പൂരിൽ പോയതുപോലും കേവലം 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമാണ്. ദുരിതബാധിതരെ കാണാനോ ക്യാമ്പുകൾ സന്ദർശിക്കാനോ അദ്ദേഹം സമയം കണ്ടെത്തിയില്ല. ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഫോട്ടോ എടുത്ത് അദ്ദേഹം മടങ്ങുകയായിരുന്നു. ഗുസ്തി താരങ്ങളുടെ സമരം നടക്കുന്ന സമയത്തും 2090-ലധികം ആളുകൾ മരിച്ച ബാലസോർ ട്രെയിൻ അപകടം നടന്നപ്പോഴും പ്രധാനമന്ത്രി അമേരിക്കൻ യാത്രയിലായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ യാത്രയായിരുന്നു അത്. ഏകദേശം 22 കോടി രൂപയോളം ചെലവ് വന്ന യാത്ര ജനങ്ങളുടെ നികുതി പണം രാജ്യത്തിന്റെ പ്രധാന സേവകൻ ഇത്തരത്തിൽ പാഴാക്കുന്നു എന്നതിന്റെ തെളിവാണ്. സമീപകാലത്തുണ്ടായ പഹൽഗാം ആക്രമണത്തിന് ശേഷം സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ മോദി ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നതിന് പകരം ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ് ചെയ്തത്. ഇരകളെ കാണുന്നതിനേക്കാൾ അദ്ദേഹത്തിന് പ്രധാനം വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ ചെങ്കോട്ടയിൽ ഭീകരാക്രമണം ഉണ്ടായി രാജ്യം നടുങ്ങിയപ്പോഴും അതിന്റെ അടുത്ത ദിവസം അദ്ദേഹം ഭൂട്ടാൻ രാജാവിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ പോയി. ഇതിലൊന്നും ചോദ്യം ചോദിക്കാൻ ആരുമില്ല. രാജ്യത്തെ പ്രധാന ഗോതി മാധ്യമങ്ങൾ പോലും നിശബ്ദരാണ്. പ്രധാനമന്ത്രി പദവി ലോകം ചുറ്റാനുള്ള അവസരമാണോ അതോ രാജ്യത്തെ ഉത്തരവാദിത്വത്തോടെ നയിക്കാനുള്ള സ്ഥാനമാണോ? എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വിദേശയാത്ര വന്നാൽ BJPയും മാധ്യമങ്ങളും വലിയ ചർച്ചാ വിഷയമാക്കും. അതിന്റെ കാരണം മറ്റൊന്നല്ല, രാഹുൽ ഗാന്ധി എവിടെ പോയാലും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യത്തെ അടിസ്ഥാനപരമായ വിഷയങ്ങളെക്കുറിച്ചാണ്, ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ഒക്കെയാണ്. എന്നാൽ മോദിയുടെ വിദേശയാത്രകൾ മിക്കവാറും ക്യാമറകൾക്കും ഇവന്റ് മാനേജ്മെന്റിനും വേണ്ടി മാത്രമാണ്. ഒരു വശത്ത് രാജ്യത്തെ എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവ്, മറുവശത്ത് പ്രതിസന്ധി വരുമ്പോൾ പാർലമെന്റിൽ നിന്നും രാജ്യത്തു നിന്നും മാറി നിൽക്കുന്ന പ്രധാനമന്ത്രി. അതുകൊണ്ട് തന്നെ BJPക്ക് രാഹുൽ ഗാന്ധിയുടെ യാത്രകളെയല്ല, അദ്ദേഹം ഉന്നയിക്കുന്ന സത്യങ്ങളെയാണ് ഭയം.